ഗുഡ് ഈവനിങ് സാർ. തലകറക്കമായിട്ട് ഈയിടെയായിട്ട് വരുന്ന പല രോഗികളിലും വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉറക്കക്കുറവ് എന്നുള്ള ഒരു കാരണം എടുത്ത് തോന്നിക്കുന്നുണ്ട് ഈയിടെയായിട്ട്. സാറിൻ്റെ അനുഭവം, അതുപോലത്തെ രോഗികളെ കണ്ട അനുഭവം എങ്ങനെയാണ്? തീർച്ചയായിട്ടും അൻവർ, അതായത് ഞാൻ എത്രയോ നാളായിട്ട് കാണുന്നതാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രോഗങ്ങളിലും ഞാൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഞാൻ പലപ്പോഴും അവിടെ ഇപ്പം ജോലി എന്താണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ ഭക്ഷണക്രമം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യം, പ്രത്യേകിച്ചും ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ, കൂർക്കം വലിയുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കുമ്പം ആ രോഗത്തിൻ്റെ ഹിസ്റ്ററിയോടൊപ്പം നമ്മൾ ഈ ഒരു കാര്യം കൂടെ ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായിട്ട് അത് ഒരു വളരെ അധികം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രോഗങ്ങളിലും, ഉദാഹരണമായിട്ട് മൈഗ്രെയിൻ, ഈ തലകറക്കം, ഇങ്ങനെ വരുന്ന രോഗങ്ങളിലെല്ലാം ചോദിച്ചു വരുമ്പോൾ അവരെല്ലാം ആവശ്യത്തിന് ഉറങ്ങുന്നില്ല. ഒന്നുകിൽ അവർക്ക് ഒരു 6 മണിക്കൂർ പോലും കഷ്ടിച്ച് ഉറങ്ങാത്ത ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് കൂർക്കം വലി അങ്ങനെയുള്ള ഉറക്കം ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാത്ത ആൾക്കാർ, ഇങ്ങനെയുള്ള ഒരു കാണുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഞാൻ അറിയാമല്ലോ, അൻവറിനറിയാമല്ലോ, ഒരു ബുക്ക് മലയാളത്തിൽ ഉറങ്ങാം സുഖമായി എന്നറിയാനുള്ള പ്രധാന കാരണം എനിക്ക് മനസ്സിലായി. ഡോക്ടർമാർക്ക് പോലും പലപ്പോഴും എങ്ങനെ ഉറങ്ങണം, അതിൻ്റെ പ്രാധാന്യം കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഉറക്കക്കുറവുകൊണ്ട് എന്തൊക്കെ രോഗങ്ങളാണ് സാർ സാധാരണയായിട്ട് നമുക്ക് വരാവുന്നത്? അല്ല, അതിനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം ഏകദേശം 30 ട്രില്യൺ സെല്ലുകൾ, അതായത് 30 ലക്ഷം കോടി കോശങ്ങളാണ് നമ്മുടെ ശരീരത്തുള്ളത്. അപ്പോൾ ഈ കോശങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ചും അതിനകത്ത് നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളും ഒരു ഋതം അനുസരിച്ചാണ് നടക്കുന്നത്. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, തലച്ചോറിൻ്റെ അടിഭാഗത്തുള്ള ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗം, അതാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ മെറ്റബോളിസങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ആ ഹൈപ്പോതലാമസിനെ കൺട്രോൾ ചെയ്യുന്ന വേറെ ചില ഭാഗങ്ങളുണ്ട്, കോർട്ടെക്സും മറ്റ് ഭാഗങ്ങളുമുണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഹൈപ്പോതലാമസ് കൺട്രോൾ ചെയ്യുന്ന ഈ കോശങ്ങളുടെ പ്രവർത്തനം എല്ലാം ഒരു 24 മണിക്കൂറിൻ്റെ ഒരു സൈക്കിളായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 1 ഡിഗ്രി ഫാരൻഹീറ്റ് കുറവാണ്. വൈകിട്ട് 6 മണിയാകുമ്പോൾ 1 ഡിഗ്രി ഫാരൻഹീറ്റ് കൂടുന്നു, രാത്രിയാകുമ്പോൾ വീണ്ടും കുറയുന്നു. അതേപോലെ നമ്മുടെ മൂഡ്, നമുക്കുള്ള ഒരു പ്രവർത്തനം ചെയ്യാനുള്ള ആ ഒരു ഉന്മേഷം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ്, അല്ലെങ്കിൽ നമുക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, ഇതെല്ലാം നമ്മുടെ ഒരുപോലെയല്ല. ഒരു ദിവസത്തിൻ്റെ പല സമയങ്ങളിലും പല രീതിയിലാണ് നമുക്ക് വരുന്നത്. ഇതിനെല്ലാം പറയുന്നൊരു പേരാണ് സിർക്കാഡിയൻ റിതം. അത് ശരിക്കും പറഞ്ഞാൽ പകലും രാത്രിയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 24 മണിക്കൂറിൻ്റെ ഒരു ക്രമം അനുസരിച്ചാണ് ഇതെല്ലാം പോകുന്നത്. അപ്പോൾ എല്ലാ ഓർഗനെയും അതിൽ ഈ ഒരു സിർക്കാഡിയൻ റിതം അനുസരിച്ചാണ് എല്ലാ ഓർഗനെയും, ഹൃദയം ഇടിക്കുന്നതിന് പകലും രാത്രിയിലും ഒരുപോലെയല്ല, ശ്വാസം എടുക്കുന്നത് പകലും രാത്രി ഒരുപോലല്ല. അപ്പോൾ ഇതിലെ ഈ സിർക്കാഡിയൻ റിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. ആ സിർക്കാഡിയൻ റിതത്തിൻ്റെ ഈക്വലൻ്റ് എന്ന് പറയും. അതെന്ന് തെറ്റുന്നോ സർവ്വ അവയവങ്ങളുടെ രോഗം. ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഉദാഹരണമായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന 3 അവയവങ്ങൾ, അതൊന്ന് തീർച്ചയായിട്ടും നമ്മുടെ തലച്ചോറ് തന്നെയാണ്. ഒരു ദിവസം നമുക്കെല്ലാം അറിയാമല്ലോ, ഒരു ദിവസം നമ്മൾ ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പിറ്റേന്ന് നമ്മുടെ ഒരു ജോലി ചെയ്യാനോ എന്തിനുമുള്ള ആ മൂഡ് നമ്മളെ പോകും, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു എനർജി കാണത്തില്ല. പിന്നെ ആ കൂടെ ദേഷ്യം വരിക, അല്ലെങ്കിൽ എപ്പോഴും കിടന്നുറങ്ങുക, മയക്കം വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈവൻ തുടർച്ചയായിട്ട് നമ്മൾ ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ, പല ദിവസം ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ 100% നമ്മുടെ ഓർമ്മശക്തി താഴോട്ട് പോകും. അപ്പോൾ അതേപോലെ കുട്ടികളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് അത് പിന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള തലച്ചോറിൻ്റെ കാര്യം. ബാക്കി രണ്ടാമതൊരു ഏറ്റവും വലിയ അഫക്റ്റ് ചെയ്യുന്നൊരു അവയവം എന്ന് പറഞ്ഞാൽ ഹൃദയമാണ്, രക്തക്കുഴലുകൾ. അപ്പോൾ ഉറങ്ങാത്ത വ്യക്തികളിൽ നമുക്ക് ഈ ബ്ലഡ് പ്രഷർ ദീർഘനാൾ ഉറങ്ങാതെ കറക്റ്റായിട്ട് ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടുന്നു, ഇടിപ്പ് കൂടുന്നു. ക്രമേണ അവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. പല പഠനങ്ങളുമുണ്ട്. ഈ ഉറക്കം കറക്റ്റല്ലാത്ത വ്യക്തികളിലാണ് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, മെലിഞ്ഞിരിക്കുന്നവരായിരിക്കാം, വേറെ യാതൊരു കാരണവും കാണത്തില്ല, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഹാർട്ട് അറ്റാക്ക്. നമ്മൾ പ്രതീക്ഷിക്കും ഇയാൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, എന്ത് പറ്റി? അതുപോലെ ഡയബറ്റീസ്, ഹോർമോണിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ചും നമ്മുടെ കോർട്ടിസോൾ. ഈ ഉറങ്ങാത്തവരിൽ എപ്പോഴും ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ
ഇൻഫ്ലമേഷൻ അറിയാമല്ലോ, നമ്മുടെ ഒരു ഇൻഫെക്ഷൻ വന്നാൽ നീര് വരുന്ന പോലുള്ള ഒരവസ്ഥ. അത് ഇൻഫെക്ഷൻ ഒന്നും വേണമെന്നില്ല, ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ. ഇപ്പോൾ പറയുന്നത് ബഹുഭൂരിപക്ഷം ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഒരു ലോ ഗ്രേഡ്, വാദം ഉൾപ്പെടെയുള്ള എല്ലാം ഒരു ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ്റെ കോംപ്ലിക്കേഷനാണ്. ഈ സർക്കാഡിയൻ റിതം എന്ന് പറഞ്ഞല്ലോ സാർ, അതിൽ മെലട്രോണിൻ്റെ ആവശ്യകതയെ പറ്റി ഇപ്പോൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് മെലട്രോണിൻ സപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, പൈലറ്റുമാർ മെലട്രോണിൻ എടുക്കുന്നുണ്ട്. മെലട്രോണിനും സർക്കാഡിയൻ റിതവുമായിട്ട് ഉള്ള ബന്ധത്തെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലേ, ഹൈപ്പോതലാമസിൽ നമ്മുടെ ഏറ്റവും മുൻഭാഗത്ത് സുപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ചെറിയ ന്യൂക്ലിയസ് ഉണ്ട്. അത് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ കുറേ നെർവ് സെല്ലുകൾ, കോശങ്ങൾ ഒന്നിച്ച് കിടക്കുന്ന ഭാഗത്തിന്. ഇതിൻ്റെ പേര് വന്ന തന്നെ സുപ്രാ കയോസ്മാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് കണ്ണിൽ നിന്നും പോകുന്ന ഓപ്റ്റിക് നെർവ് തലച്ചോറിൻ്റെ മുൻഭാഗത്ത് വന്നിട്ട് അത് ക്രോസ് ചെയ്യും. ആ ക്രോസ് ചെയ്യുന്ന പോയിൻറ്റിനാണ് കയാസ്മ എന്ന് പറയും. അപ്പോൾ അതിന് തൊട്ട് മേളിയിരിക്കുന്ന ഭാഗം ആയതുകൊണ്ടാണ് സുപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയസ്. ഈ ഓപ്റ്റിക് നെർവിൽ നിന്ന് പോകുന്ന കുറച്ച് നെർവ് ഫൈബേഴ്സ് ഈ സുപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയസിൽ ചെല്ലും. അപ്പം ആ ന്യൂക്ലിയസിന് മനസ്സിലാവും രാവിലെ നേരം വെളുത്തോ, സൂര്യപ്രകാശം അവിടെ എത്തുന്നുണ്ടോ, രാത്രിയായോ, സന്ധ്യയായോ, ഉച്ചയായോ. അപ്പോൾ ഈ ലൈറ്റിൻ്റെ ഏറ്റക്കുറച്ചുകൾ നോക്കിയാണ് നമ്മുടെ ഈ സുപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയസ് ഇത് നമ്മുടെ ഇതിനെ വേണമെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തെ നോക്കുന്നത് അതെ അത് ഞാൻ പറയാം. അപ്പോൾ ഇത് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ, ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ സുപ്രാ കയാസ്മാറ്റിക് ന്യൂക്ലിയസ്, അതിൻ്റെ പുറകിലിരിക്കുന്നൊരു പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ചെറിയൊരു വേറൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതിലെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോണാണ് മെലട്ടോണിൻ. ഈ മെലട്ടോണിൻ്റെ സെക്രീഷൻ ഒരു ലെവൽ വരുമ്പോഴാണ് നമുക്ക് ഉറക്കം ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അത് മാത്രമല്ല, വേറെ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇതിലെ ഒരു പ്രധാന മെക്കാനിസം എന്ന് പറയുന്നത് സന്ധ്യയായി ഇരുട്ടായി. അതുകൊണ്ടാണ് നമ്മൾ രാത്രി മുഴുവൻ നല്ല വെളിച്ചത്തിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് പലപ്പോഴും അത് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഇതിൽ ബ്ലൂ ലൈറ്റ് ആണ് നമുക്ക് പകൽ എന്നുള്ള ആ ഒരു വെളിച്ചം. കാരണം നമ്മളെയൊക്കെ അറിയാമല്ലോ, ഈ ലൈഫ് ഉണ്ടായിരിക്കുന്നത് കടലിലാണ്, നമ്മുടെ എവല്യൂഷൻ തിയറി അനുസരിച്ച്. അപ്പം കടലിനകത്തുള്ള ഒരു മത്സ്യം സൂര്യനെ കാണുന്ന ബ്ലൂ ആയിട്ടാണ്. അപ്പം ആ മത്സ്യത്തിൻ്റെ തലച്ചോറിൽ എന്താണ് ഇംപ്രിൻറ്റ് ചെയ്തത്? ഡേ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ ലൈറ്റാണ്. നമ്മളെ ഈ മൊബൈല് ഇതിലെല്ലാത്തിലും ബ്ലൂ ലൈറ്റ്, ഇതാണ് ട്യൂബ് ലൈറ്റ്, ഇതിനകത്തെല്ലാം ബ്ലൂ ലൈറ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അത് ചെന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ആ രാത്രി എന്നുള്ളൊരു സെൻസേഷൻ. നമ്മുടെ ഇലക്ട്രിസിറ്റിയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് എത്ര വർഷമായി? 40-50 കൊല്ലമായി കാണും, അല്ലെങ്കിൽ 60 കൊല്ലമായി കാണും. എൻ്റെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ മണ്ണെണ്ണ വിളക്കായിരുന്നു. അപ്പം സന്ധ്യയാകുമ്പോൾ നമ്മൾ ഉറക്കം വരുന്നു, നേരത്തെ കിടന്ന് ഉറങ്ങുന്നു. പക്ഷേ ഇപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഈ മൊബൈലും ഇതെല്ലാം നോക്കി 2 മണി 3 മണി വരെയൊക്കെയാണ് അവർ ഉറങ്ങുന്ന ഒരു സമയം. അപ്പോൾ അതാണ് ഈ മെലട്ടോണിൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ സ്ഥിരം രാത്രിയിലൊക്കെ അമിത വെളിച്ചത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഈ മെലട്ടോണിൻ്റെ സെക്രീഷൻ ആവശ്യത്തിനുള്ളതെല്ലാം ഉറക്കം കറക്റ്റ് ആവത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം, പല 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയാൽ ബെഡ്റൂമിനകത്ത് ലൈറ്റ് വളരെ തീരെ കുറവായിരിക്കും. അത് തന്നെ ഒരു മഞ്ഞ പ്രകാശത്തിലുള്ള ഒരു ലൈറ്റായിരിക്കും. നമ്മൾ വിചാരിക്കും അവിടെ നിന്നൊന്നും വായിക്കാൻ പറ്റത്തില്ല. ശരിക്കും ആ ഹോട്ടൽ മുറി എന്ന് പറയുന്നത് എന്തിനാണ്? ഉറങ്ങാനാണ്. അല്ലാതെ അവിടെ കിടന്ന് പുസ്തകം വായിക്കാനോ ജോലി ചെയ്യാനോ ഉള്ളതല്ല. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. സാർ, അതുപോലെ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ മൊബൈൽ ഫോണിൻ്റെ കാര്യം. ഈ മൊബൈൽ ഫോണും അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റും ഒക്കെ ശരിക്കും അതിൽ ഏറ്റവും വലിയ കാഷ്വാലിറ്റി ആയിട്ടുള്ള നമ്മുടെ ഉറക്കമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും, ഉറക്കമാണ് ലാസ്റ്റ് സാക്രിഫൈസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് എത്രമാത്രം ഉറങ്ങണമെന്നുള്ള ചോദ്യം എപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. എത്രമാത്രമാണ് സാർ ഐഡിയലി ഒരാൾ ഉറങ്ങേണ്ടുന്ന സമയം? അത് പറഞ്ഞപ്പോഴാണ് നമ്മളെ മലയാളികൾ പ്രത്യേകിച്ചും സമയം ലാഭിക്കുന്ന 2ലാണ്. 1 ഉറക്കത്തിൽ ലാഭിക്കും, 2 റോഡിൽ ലാഭിക്കും. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡൻറ്റ്സ് നടക്കുന്നത്, ഞാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി മെമ്പറായിരുന്നു കഴിഞ്ഞ 4-5 വർഷമായിട്ട്. അതുകൊണ്ട് എനിക്കറിയാം, ഒരു വർഷം 4500 ആക്സിഡൻറ്റാണ് ഉണ്ടാകുന്നത്. അത് തന്നെ ബഹുഭൂരിപക്ഷം ഉറക്കമായിട്ട് ബന്ധപ്പെട്ട ഉറക്കമില്ലായ്മയെന്നും കൂർക്കം വലിയെന്നുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഫേറ്റൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. പക്ഷേ അത് ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ ഓരോ പ്രായത്തിലും ഓരോ ഡിഫറൻറ്റ് ഇതാണ്. നമ്മൾ അമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞ് 24 മണിക്കൂർ ഉറക്കമാണ്. അത് പലതരത്തിലുള്ള ഉറക്കമാണ്. നമ്മൾ ചിലപ്പം വിചാരിക്കും കുഞ്ഞ് കാലനക്കുമ്പോഴത്തേക്ക് അത് ഉണർന്ന് കിടക്കുകയാണെന്നൊക്കെ തോന്നും. പക്ഷേ ഉണർന്ന് കിടക്കുകയല്ല. ആ ഉറക്കത്തിൻ്റെ ഒരു സ്റ്റേജിൽ ചിലപ്പം കാലനക്കുകയോ സ്വപ്നം കാണുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. നേരെ മറിച്ച് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മാസം ആ കുഞ്ഞ് ഒരു 18 മുതൽ 22 മണിക്കൂർ ഉറക്കമായിരിക്കും.
പക്ഷേ അത് തുടർച്ചയായിട്ടുള്ള ഉറക്കമായിരിക്കത്തില്ല. 2-3 മണിക്കൂർ ഉറങ്ങുന്നു, അത് കഴിഞ്ഞ് ഒന്ന് ഉണർന്ന് കരയുന്നു, പാൽ കുടിക്കുന്നു, വീണ്ടും ഉറങ്ങുന്നു. ആ രീതിയിലുള്ള ഒരു പോളിഫേസിക് സ്ലീപ്പ് എന്നാണ് അതിന് പറയുന്നത്. 3 മാസം മുതൽ 1 വയസ്സ് വരെ ആ കുഞ്ഞൊരു ആവറേജ് ഒരു 16 മണിക്കൂറൊക്കെയാണ് ഉറങ്ങുന്നത്. നേരെ മറിച്ച് ഒരു വയസ്സിനും ഒരു 5 വയസ്സിനും ഇടയ്ക്ക് ആ കുഞ്ഞ് 14 മുതൽ 16 മണിക്കൂർ ഉറങ്ങണം. ആ സമയത്ത് എനിക്കറിയാം, ഈ പറഞ്ഞു വന്നപ്പോഴാണ് 3.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ വെളുപ്പിനെ 6:30 ട്യൂഷൻ വിടുന്ന എൻ്റെ ഒരു അയൽക്കാരനെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ സ്ഥിതി. 5 വയസ്സിനും ഒരു 10-12 വയസ്സിനും ഇടയ്ക്ക് ആ കുഞ്ഞ് ആവറേജ് ഒരു 10 മണിക്കൂറാണ് ഉറങ്ങേണ്ടത്. 10 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്ക് ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ ആവറേജ് 9 മണിക്കൂറാണ്. ചെറിയ എക്സെപ്ഷൻസ് കാണുമായിരിക്കാം. 25 വയസ്സിനും 65 വയസ്സിനും ഇടയ്ക്ക് ഒരു വ്യക്തി ആവറേജ് 8 മണിക്കൂർ. അതേപോലെ 65 വയസ്സിന് ഇടയ്ക്ക് ആവറേജ് 7 മണിക്കൂർ. ഏറ്റവും കുറഞ്ഞ ഒരു 6 മണിക്കൂർ. 65 വയസ്സ് കഴിഞ്ഞാൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വ്യക്തമായിട്ട് രാത്രി, ഞാൻ ഉദ്ദേശിക്കുന്നത് രാത്രി ഉറക്കമാണ്. പലരും പറയാറുണ്ട്, ഞാൻ എല്ലാം കൂടെ ഒരു 8-9 മണിക്കൂർ ഉറങ്ങും. ചോദിച്ചു വരുമ്പോൾ 3 മണിക്കൂർ പകലാണ് ഉറങ്ങുന്നത്. അതിനൊരിക്കലും നമ്മുടെ നൈറ്റ് സ്ലീപ്പിൻ്റെ ഗാഢത കിട്ടത്തില്ല. കാരണം അറിയാമല്ലോ, അൻവറിനറിയാമല്ലോ, പലപ്പോഴും ഈ സ്ലീപ്പിന് പല സ്റ്റേജുണ്ട്. ഈ എല്ലാ സ്റ്റേജിലും കൃത്യമായിട്ട് നമുക്ക് ഉറക്കം കിട്ടില്ല. ആ ഉറക്കത്തിൻ്റെ സ്റ്റേജുകളെ പറ്റി പറഞ്ഞല്ലോ, NREM, REM സ്ലീപ്പ്, അതേപ്പറ്റി കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അതായത് പൊതുവേ നമ്മുടെ സ്ലീപ്പിനെ 2 വിധത്തിൽ നമുക്ക് 2 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് റെം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കണ്ണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്കിടയ്ക്ക് വെട്ടിക്കൊണ്ടിരിക്കുക, അതിനാണ് റെം സ്ലീപ്പ് എന്ന് പറയും. പിന്നെ മറ്റത് നോൺ റെം സ്ലീപ്പ്, അതിന് NREM സ്ലീപ്പ് എന്ന് പറയും. അവിടെ ഈ കണ്ണൊന്നും പറ്റത്തില്ല. ഇതിലാദ്യം ഈ NREM സ്ലീപ്പിനെ തന്നെ 3 സ്റ്റേജായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. ചില പുസ്തകങ്ങളിലൊക്കെ അത് സ്റ്റേജ് 3 തന്നെ 4 ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ നമ്മളൊരു മയക്കം വരുന്നു. അതായത് നമ്മൾ ആ സമയത്ത് പേര് വിളിച്ച് ഉണരും. നമ്മൾ ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സമയം നമ്മൾ പറയില്ലേ, അപ്പോൾ ആ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന ആ സമയം. അപ്പോൾ ഒരു പേര് വിളിച്ചാൽ നമ്മൾ ഉണരും. ഒരു 5-10 മിനിറ്റ് കൊണ്ട് നമ്മളത് സ്റ്റേജ് 2 പോകും. സ്റ്റേജ് 2 അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സ്റ്റേജാണ്. കാരണം ആ സമയത്ത് തലച്ചോറിനകത്ത് കുറേ കാര്യങ്ങൾ നടക്കുന്നു. നമ്മൾ വിചാരിക്കുന്നതല്ല, ഈ ഉറക്കം എന്ന് പറയുന്ന വേസ്റ്റ് ഓഫ് ടൈം ഒന്നുമല്ല. തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ പകലുള്ളതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം. അപ്പോൾ NREMൻ്റെ സ്റ്റേജ് 2 നമ്മൾ പേര് വിളിച്ചാൽ ഉണരത്തില്ല, പക്ഷേ തട്ടി വിളിച്ചാൽ ചിലപ്പോൾ ഉണർന്നു വരും. ഏറ്റവും ഡീപ്പസ്റ്റായിട്ടുള്ള സ്ലീപ്പ് എന്ന് പറയുന്നത് സ്റ്റേജ് 3 ആണ്, NREM 3. അതിൽ നമ്മൾ വെള്ളം കോരി ഒഴിച്ചാലും നമ്മളൊരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഉണരത്തില്ല. അത് ഏകദേശം ഒരു അധികം സമയം കാണത്തില്ല. ഒരു മൊത്തം സ്ലീപ്പിൻ്റെ ഒരു 20% നമ്മുടെ റെം സ്ലീപ്പ്, NREMൻ്റെ 3rd സ്റ്റേജ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ സ്ലീപ്പിനാണ് നമ്മൾ റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ്. ഒത്തിരി ഇമ്പോർട്ടൻ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അത് ഞാൻ പറയാം, സന്ദർഭവശാൽ ഓരോ സ്റ്റേജിലും നടക്കുന്ന കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് റെം സ്ലീപ്പ്. ഇതൊരു സൈക്കിൾ പോലെയാണ്. NREMൻ്റെ സ്റ്റേജ് 1 തുടങ്ങി സ്റ്റേജ് 2, സ്റ്റേജ് 3, അത് കഴിയുമ്പോൾ വീണ്ടും സ്റ്റേജ് 2 സ്വല്പ നേരം, ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞ് റെം സ്ലീപ്പ്. ഇത് ഇങ്ങനെ വീണ്ടും അത് NREM 1, 2, 3 ഇങ്ങനെ പോകും. അപ്പോൾ അത് ഇതിന് സ്ലീപ്പ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഈ സ്ലീപ്പ് സൈക്കിൾ ആവറേജ് ഒരു 90 മുതൽ 100 മിനിറ്റാണ് ഒരു സൈക്കിൾ. അപ്പോൾ നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ ഒരു 5-6 സ്ലീപ്പ് സൈക്കിളിൽ കൂടാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇതെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് ECG എടുക്കുന്ന പോലെ ഈ തലച്ചോറിൽ നടക്കുന്ന ഈ രാസപ്രവർത്തനങ്ങൾ, അത് ശരിക്കും പറഞ്ഞാൽ തലച്ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു 75 വയസ്സുള്ള ഒരാളുടെ തലച്ചോറിൻ്റെ വെയിറ്റ് ഏകദേശം 1.2 to 1.4 കിലോഗ്രാമേ ഉള്ളൂ. അതായത് ഏകദേശം ലെസ് ദാൻ 2%. പക്ഷേ നമ്മളെ തലച്ചോറ് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, പ്രാണവായുവിൻ്റെ 25%, ഗ്ലൂക്കോസിൻ്റെ എനർജി വരുന്ന ഗ്ലൂക്കോസിൻ്റെ 25-30% തലച്ചോറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തുമാത്രം പ്രവർത്തനമാണ് തലച്ചോറിൽ നടക്കുന്നതെന്നറിയാമോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് കുറേ ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ തലച്ചോറിൻ്റെ കോർട്ടെക്സിൽ, നെർവ് സെല്ലുകളിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെ പലയിടത്ത് ഇലക്ട്രോഡൊക്കെ വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് EEG എന്ന് പറയും. ഈ ഓരോ സ്റ്റേജിലും ഡിഫറെൻറ്റ് EEGs ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് അതറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റെം സ്ലീപ്പിലുണ്ടല്ലോ, നമ്മുടെ ശ്വാസകോശത്തിൻ്റെയും കണ്ണിമാവട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊഴിച്ച് എല്ലാ മാംസപേശികളും പാരലൈസ്ഡ് ആയിരിക്കും. ആ സമയത്താണ് നമ്മൾ കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത്. അതിന് കുറേ വാല്യൂസ് ഉണ്ട് സ്വപ്നങ്ങൾക്ക്.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് പറയുന്നത്. സ്വപ്നം കണ്ടുള്ള ഉറക്കം ഡീപ്പ് സ്ലീപ്പ് ആണെന്നാണോ സാർ ഉദ്ദേശിച്ചത്? അതെ, ആ ഡീപ്പ് സ്ലീപ്പ് ശരിക്കും ഡീപ്പ് സ്ലീപ്പ് എന്ന് ഉദ്ദേശിക്കുന്ന NREMൻ്റെ 3 ആണെങ്കിലും ഈ ഡീപ്പ് സ്ലീപ്പിൻ്റെ ഒരു വേറൊരു വകഭേദമാണ് REM സ്ലീപ്പ്. ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. നമ്മൾ NREMൻ്റെ 3rd സ്റ്റേജിലും വരും, REM സ്ലീപ്പിലും വരും. പക്ഷേ NREMൻ്റെ 3rd സ്റ്റേജ് കുറവായിരിക്കും. അത് നമ്മൾ പലപ്പോഴും ഓർത്തിരിക്കത്തില്ല, മറന്നുപോകും നമ്മൾ ആ സമയത്ത് നടക്കുന്ന സ്വപ്നങ്ങൾ. പക്ഷേ നമ്മൾ ഈ REM സ്ലീപ്പിൽ കാണുന്ന സ്വപ്നങ്ങൾ, നമ്മൾ വെളുപ്പിനേക്ക് എണീക്കുമ്പോൾ REM സ്ലീപ്പിലാണ് നമ്മൾ ഈ സ്വപ്നങ്ങൾ കൂടുതൽ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ 5-6 സ്ലീപ്പ് സൈക്കിളിൽ കൂടെയാണ് നമ്മൾ ഒരു രാത്രി ഉറങ്ങിപ്പോകുന്നത്. ആദ്യത്തെ 4 മണിക്കൂറിനകത്ത് നമ്മൾ REM സ്ലീപ്പിൻ്റെ ശതമാനം വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് സൈക്കിളിൽ ചിലപ്പോൾ REM സ്ലീപ്പ് 5% കാണത്തുള്ളൂ, സെക്കൻഡ് സൈക്കിളിൽ 10 മിനിറ്റ്, അങ്ങനെ തന്നെ കൂടിയിട്ട് അപ്പോൾ ആ കൂടെ നോക്കിക്കഴിഞ്ഞാൽ REM സ്ലീപ്പ് ഒരു 10% ആയിരിക്കും ആവറേജ്. രണ്ടാമത്തെ സ്റ്റേജിൽ REM സ്ലീപ്പ് ആയിരിക്കും കൂടുതലായിരിക്കും, നോൺ REM സ്ലീപ്പ് കുറയും. പ്രത്യേകിച്ചും നോൺ REMൻ്റെ 3rd സ്റ്റേജ്, ഈ റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ് എന്ന് പറയുന്ന സ്റ്റേജ് കുറവായിരിക്കും. അവസാനത്തെ സൈക്കിളൊക്കെ പറഞ്ഞാൽ ഒരു 35-40% ടൈമും നമ്മൾ REM സ്ലീപ്പിലാണ്. ഈ REM സ്ലീപ്പിലാണ് അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രവർത്തനം ഞാൻ ആദ്യം മുതലേ പറയാം, നോൺ REM മുതൽ പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വപ്നങ്ങൾ കാണുന്നതും അതേപോലെ ഈ REM സ്ലീപ്പ് അതാണ് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, വെളുപ്പിനെയൊക്കെ ഉറങ്ങുന്ന കുട്ടികൾക്ക് അവർ 5 മണിക്ക് 5:30 എഴുന്നേൽപ്പിച്ചാൽ നഷ്ടപ്പെടുന്നത് പ്രധാനപ്പെട്ട REM സ്ലീപ്പാണ്. ഈ REM സ്ലീപ്പിലാണ് നമ്മുടെ ഇമോഷണൽ മെച്യൂരിറ്റി, വൈകാരികമായിട്ടുള്ള. അതുകൊണ്ടാണ് പല കുട്ടികൾക്കും ആ സ്ലീപ്പ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരുടെ പല ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് കാണുന്നു. അവർ ഡ്രഗ് അഡിക്ഷനിലോട്ട് പോകുന്നു, വയലൻസിലോട്ട് പോകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം, ഞാനത് നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററെല്ലാം കാണുമ്പോൾ ഇത് സംസാരിക്കണമെന്ന് ചെയ്യുക, എഡ്യൂക്കേഷൻ മിനിസ്റ്ററേയും. കാരണം ഇതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്, ഈ വെളുപ്പിനെയുള്ള ട്യൂഷന് കുഞ്ഞുങ്ങളെ വിടുക, അതും കൊച്ചുകുട്ടികളെ. അതതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. ഒരു പക്ഷേ വൈകാരികമായ പ്രശ്നങ്ങളും ഈ ഡ്രഗ് അഡിക്ഷനും ഒക്കെ അതുമായിട്ടും ഇതിനൊരു ബന്ധം കാണാം അല്ലേ സാർ? അത് 100% 100% അതുകൊണ്ടാണ് അടുത്ത കാലത്താണ് ഈ ഒരു ഇങ്ങനെയുള്ള നമ്മൾ കേട്ടിട്ടുണ്ടോ, വയലൻസ് കുട്ടികളുടെ ഇടയിൽ സ്വന്തം ക്ലാസ് കൂടെ പഠിക്കുന്നവരെ റേപ്പ് ചെയ്യുക, ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടല്ല, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്നവരെ കുത്തിക്കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള ഒരിത് നമ്മളൊന്നും കേട്ടുകേൾവിയില്ലാത്ത, കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പലതും. അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് തീർച്ചയായിട്ടും, അതിൽ പല കാരണങ്ങൾ കാണും. അതിലൊരു പ്രധാന കാരണം ഞാൻ കാണുന്നത്, ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നത് ഇവരുടെ ആ സ്ലീപ്പ് പാറ്റേൺ കറക്റ്റല്ല. ചോദിച്ചു നോക്കിക്കോളൂ, അവരോട് അന്വേഷിച്ച് നോക്കി നമുക്കറിയാം. അവിടെ അത് പ്രത്യേകിച്ചും അവിടെ ആ REM സ്ലീപ്പ് കിട്ടണം. ഇപ്പം ഞാൻ അതാണ് പറയാൻ കാരണം, ഒരു വ്യക്തി ഒരു 8 മണിക്കൂർ ഉറങ്ങുമ്പോൾ ആ അവസാനത്തെ 2 മണിക്കൂറിലായിരിക്കും ഏറ്റവും കൂടുതൽ REM സ്ലീപ്പ് കിട്ടുക. അപ്പോൾ ആ വ്യക്തി 6 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ എന്ന് വെച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ 25% അല്ല കുറയുന്നത്, REM സ്ലീപ്പ് പിറകോളി ഒരു മോർ ദാൻ 50% നഷ്ടപ്പെടുകയാണ്. ലാസ്റ്റ് 2 അവേഴ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ REM സ്ലീപ്പ് കിട്ടുന്നത്. അതങ്ങനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പം സാറ് പറഞ്ഞല്ലോ, ഈ ഇതുവരെ പറഞ്ഞത് പലതും ഉറക്കമില്ലായ്മ കൊണ്ട് വരാവുന്ന ദോഷങ്ങളെ പറ്റിയാണല്ലോ. നന്നായിട്ട് ഉറങ്ങിയാൽ നമുക്ക് ഈ സർഗ്ഗചിന്തകളും മറ്റുമൊക്കെ കൂടാനുള്ള സാധ്യതകളൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഞാൻ ഇതിലെ ഓരോ സ്റ്റേജിലും നടക്കുന്ന കാര്യങ്ങൾ ആദ്യമേ ഞാൻ പറയാം. അത് പ്രത്യേകിച്ചും ഈ സ്റ്റേജ് 1 REM സ്ലീപ്പിൻ്റെ നോൺ REM സ്ലീപ്പിൻ്റെ സ്റ്റേജ് 1 നമ്മൾ ആ ഉറക്കത്തിലോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ഡോക്ടർ അൻവറിൻ്റെ അതിൽ മനസ്സിൽ വരുന്നു. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഈ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് തലച്ചോറിൻ്റെ തൊട്ടടിഭാഗത്തുള്ള ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഭാഗമാണ്. അവിടെയാണ് നമ്മളെ മെമ്മറി ആദ്യം ചെല്ലുന്നത്. ഈ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ വലിയ ചെറിയൊരു ഏരിയയാണ്. അവിടെ ഒരു കപ്പാസിറ്റി ഉണ്ട്, സ്റ്റോർ ചെയ്യാവുന്നതിന് ഒരു ലിമിറ്റുണ്ട്. പക്ഷേ ഇത് പെർമനൻ്റായി, ഇതിനകത്ത് ചില കാര്യങ്ങൾ നമുക്ക് പെർമനൻ്റായിട്ട് വേണ്ടതായിരിക്കും, ചില കാര്യങ്ങൾ നമുക്ക് പെർമനൻ്റായിട്ട് വേണ്ട ആവശ്യമുള്ളതല്ലായിരിക്കും. അല്ല, ചിലപ്പോൾ നമുക്കതൊരു ദുഃഖകരമായ കാര്യങ്ങൾ കാണും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു പ്രിയപ്പെട്ട ഒരാൾ പെട്ടെന്ന് അസുഖമാവുന്നു, മരിക്കുന്നു. അപ്പോൾ അതൊരു മനസ്സിൽ ദുഃഖം ഉണ്ടാക്കുന്നതാണ്. അത് പെർമനൻ്റായിട്ട് പോയി മനസ്സിൽ കടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവി ജീവിതത്തെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് നമ്മുടെ മനസ്സിൽ നിന്ന് എറേസ് ചെയ്യുകയും വേണം. നേരെ മറിച്ച് നമുക്ക് ആവശ്യമുള്ളത് പെർമനൻ്റായിട്ട് സ്റ്റോർ ചെയ്യുകയും വേണം. ലേണിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതെല്ലാം നടക്കുന്ന ആ മെമ്മറി നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് തലച്ചോറിൻ്റെ സർഫസിലുള്ള കോർട്ടെക്സ് എന്ന് പറയുന്നത് അതാണല്ലോ ഏറ്റവും സുപ്രീമായിട്ടുള്ളത്. അതിലോട്ട് ആ മെമ്മറി പെർമനൻ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നത് ഈ നോൺ REM സ്ലീപ്പിൻ്റെ 2ാമത്തെ സ്റ്റേജിലാണ്. അതാണ് ഞാൻ ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നത്. അത് 2nd സ്റ്റേജിലും നടക്കും, 3rd സ്റ്റേജിലും നടക്കും.
തേർഡ് സ്റ്റേജിൽ നടക്കുന്ന വേറൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് 10,000-കണക്കിന് രാസപ്രവർത്തനങ്ങളാണ് നമ്മളെ ഓരോ നാഡീകോശങ്ങളിലും തലച്ചോറിലും നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ബൈ പ്രൊഡക്ട്സ് പലതും ടോക്സിക്കാണ്. ഈ ടോക്സിക് സാധനങ്ങളെ നമ്മുടെ തലച്ചോറിൻ്റെ കോശങ്ങളിൽ നിന്ന് അബ്സോർവ് ചെയ്ത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വഴി വെളി കളയുന്ന പ്രോസസ്സ് നടക്കുന്നത് NREMൻ്റെ തേർഡ് സ്റ്റേജിലാണ്. അതാണ് അത് നടന്നില്ലെങ്കിൽ ഈ ടോക്സിക് സബ്സ്റ്റൻസ് നെർവ് സെല്ലുകൾക്ക് കോശങ്ങൾക്കകത്ത് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കോശങ്ങൾ നശിച്ചു പോകും. അത് പ്രത്യേകിച്ചും ഇതിനകത്ത് പലപ്പോഴും 2 തരം പ്രോട്ടീൻ, ഒന്ന് ബീറ്റ അമലോയിഡ് എന്ന് പറയും, രണ്ടാമത് ടാവു. ഈ 2 തരം പ്രോട്ടീൻ അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ അൽഷിമേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞു വന്നത്, പ്രോപ്പറായിട്ട് ഉറങ്ങാത്ത NREM സ്ലീപ്പ് തേർഡ് സ്റ്റേജിൽ കിട്ടാത്ത വ്യക്തികളിൽ ഒരു 100 വയസ്സിൽ വരേണ്ട ഓർമ്മക്കുറവ് ചിലപ്പോൾ 40 വയസ്സിലേ തുടങ്ങും. അൽഷിമേഴ്സ് ഡിസീസ് പോലുള്ള അതൊരു സീരിയസ് കണ്ടീഷനാണ്. അൽഷിമേഴ്സ് എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷേ സെനൈൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന കുറച്ചുകൂടെ അത്രയും ദോഷകരമല്ലാത്ത, അൽഷിമേഴ്സിൻ്റെ അത്രയും പ്രശ്നമില്ലാത്ത ഓർമ്മക്കുറവുണ്ടാകുന്ന വ്യക്തികളുണ്ട്. അതും ചിലപ്പം വളരെ നേരത്തെ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഓർമ്മക്കുറവിൻ്റെ ഒരു പ്രധാന കാരണം ആവശ്യത്തിന് ഉറക്കം, ഈ NREM സ്ലീപ്പ് കിട്ടാത്തതാണ്. പിന്നെ മൂന്നാമതൊരു കാര്യം കൂടെ NREM സ്ലീപ്പിൽ നടക്കുന്ന ഒരു പ്രധാന കാരണം, നമുക്കറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ, മെറ്റബോളിസം എന്നാണ് ഇതിനെല്ലാം പറയുന്നത്. അത് 2 തരമുണ്ട്. ഒന്ന് അനാബോളിസം, അതായത് ചെറിയ ചെറിയ കെമിക്കൽ വസ്തുക്കളെ കൂട്ടിച്ചേർത്ത് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നു, ഒരു പുതിയ കോശം ഉണ്ടാകുന്നു. അത് അല്ലെങ്കിൽ നമ്മൾ അബ്സോർവ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, അതിനെ നമ്മൾ അബ്സോർവ് ചെയ്യുന്നു, ഗ്ലൂക്കോസായിട്ടാണ് അബ്സോർവ് ചെയ്യുന്നത്. ഈ ഗ്ലൂക്കോസിനെ നമ്മൾ കുറേയൊക്കെ എനർജി ആയിട്ട് ഉപയോഗിക്കും, കുറേ നമ്മൾ കൂട്ടിച്ചേർത്ത് അതിന് ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ഒരു കെമിക്കലായിട്ട് നമ്മുടെ മാംസപേശിയിലും ലിവറിലും ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അതിന് നമ്മൾ പറയുന്ന പേരാണ് അനാബോളിസം. അത് പുതിയ കോശങ്ങളുണ്ടാകുന്ന അനാബോളിസമാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്ക് കാറ്റബോളിസം കൂടെ നടക്കണം. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, നമ്മുടെ റെഡ് കോർപ്പസിലാണെങ്കിൽ അതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഓക്സിജനെ ഒരു സ്ഥലത്തുനിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു ഭാഗത്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവായിട്ട് ചേർന്നാണ് പോകുന്നത്. ഈ ഒരു 120 ദിവസം കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി കുറയും. അപ്പോൾ ഈ കോശങ്ങൾ കൊണ്ട് പിന്നെ നമുക്ക് യാതൊരു പ്രയോജനമില്ല. അപ്പം നമ്മുടെ ശരീരം തന്നെ ഇതിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള അയണും പ്രോട്ടീനും എല്ലാം ഏറ്റെടുത്ത് പുതിയൊരു കോശം ഉണ്ടാക്കും. അപ്പോൾ അത് ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് കാറ്റബോളിസം വന്നാൽ മാത്രമേ അനബോളിസം പ്രോപ്പറായിട്ട് നടക്കൂ. മാത്രമല്ല, നമ്മൾ ഇപ്പം രാവിലെ പോയി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മാംസപേശിയുടെ കോശങ്ങളിൽ മയോസൈറ്റ്സ് എന്ന് പറയും, അതിനകത്ത് കുറേ ഇഞ്ചുറീസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഇഞ്ചുറീസ് എല്ലാം റിപ്പയർ ചെയ്യപ്പെടുന്നത് ഈ NREMൻ്റെ രാത്രിയിലാണ്. അപ്പോൾ ഇഞ്ചുറി മാത്രം വന്നുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പം ഉറക്കമില്ലാതെ. അതേപോലെ നമുക്ക് തന്നെ അറിയാം, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ പകൽ നമ്മൾ നോക്കുമ്പോൾ രാവിലെ ഉണ്ടായി, പകൽ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ പകൽ അതുപോലെ ഇരിക്കും, പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ പകുതി കരിഞ്ഞിരിക്കും. ആ ഹീലിംഗ് പ്രോസസ്സ് ഇതെല്ലാം സംഭവിക്കുന്നത് NREMൻ്റെ തേർഡ് സ്റ്റേജ്. അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഈ ഗ്രോത്ത് ഹോർമോൺ, ഈ ഹീലിങ്ങിനുള്ള ചില ഹോർമോൺസ് ഉണ്ട്. ടെസ്റ്റോസ്റ്റിറോൺ, സ്ത്രീകളിലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഈ ഗ്രോത്ത് ഹോർമോൺ, ഇങ്ങനെയുള്ള ഹോർമോൺസുകളെല്ലാം രാത്രി ഈ പർട്ടിക്കുലർ സ്റ്റേജിലാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് NREMൻ്റെ ആ സ്റ്റേജ് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെം സ്ലീപ്പിലാണ് ശരിക്കും നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അതുകൊണ്ടാണ് ചിലരൊക്കെ 4-5 മണിക്ക് ആ സമയത്ത് റെം സ്ലീപ്പിൻ്റെ ഇടയിലായിരിക്കും എണ്ണീറ്റ് പുതിയ കവിതകൾ, സാഹിത്യ രചനകൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പല ഐഡിയാസ്. നമ്മളൊരു വലിയ പ്രശ്നമായിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങി എന്ന് വെച്ചോളൂ, രാവിലെ എണീക്കുമ്പോഴായിരിക്കും നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ ഉണ്ടാകുന്നത് നമ്മുടെ റെം സ്ലീപ്പിലെ ക്രിയേറ്റിവിറ്റിയാണ്. അത് പിന്നെ അതേപോലെ ഇമോഷണൽ മെച്യൂരിറ്റി. ഈ റെം സ്ലീപ്പ് പ്രോപ്പറായിട്ട് കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ തീർച്ചയായിട്ടും അവരുടെ ആ മെച്യൂരിറ്റി. അതേപോലെ നമ്മുടെ ഇവല്യൂഷനിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏറ്റവും മുൻഭാഗത്ത്, തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതാണ് നമ്മുടെ വിവേകം, നമ്മുടെ ലോജിക്കൽ തിങ്കിങ്. ഒരു കാര്യം നമുക്കിപ്പോൾ ഉദാഹരണം ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന തലച്ചോറിൻ്റെ അറിയാമല്ലോ ഒരു ഭാഗമുണ്ട്. അവിടെയാണ് നമ്മുടെ വൈകാര്യതയൊക്കെ നമുക്ക് തോന്നുന്നു. പെട്ടെന്നൊരുത്തിനോട് ദേഷ്യം തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നു, ഇതെല്ലാം അവിടെയാണ്. സ്നേഹം തോന്നുന്നു, ഇതൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷേ
ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇപ്പോൾ പെട്ടെന്നൊരുത്തം നമ്മൾ ഒരു അകാരണമായിട്ട് നമ്മൾ എന്തെങ്കിലും ദേഷ്യപ്പെടുക കഴിയുമ്പോൾ നമുക്ക് അവനോടും ദേഷ്യം തോന്നുമ്പം ചെയ്യരുത്, നമ്മളത് കൺട്രോൾ ചെയ്യണമെന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സാണ്. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനം കറക്റ്റ് ആവണമെങ്കിലും നമുക്ക് റെം സ്ലീപ്പ് കറക്റ്റായിട്ടാണ്. ഈ റെം സ്ലീപ്പിലാണ് ഓരോ കോശങ്ങളിൽ നിന്ന് മറ്റു കോശങ്ങളിലേക്കുള്ള പുതിയ കണക്ഷൻസ് ഉണ്ടാകും, ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. ഈ കണക്ഷൻസ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ തലച്ചോറ് കൃത്യമായിട്ട് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ ആ പുതിയ കണക്ഷൻസ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിലാണ് നമുക്ക് ഡ്രീംസ് തോന്നുന്നത്. ഈ ഡ്രീംസ് ഉണ്ടാകുന്ന ആ മെക്കാനിസം അതിൽ നിന്നാണ്.